രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ശ്രദ്ധാകേന്ദ്രമാണ് കണ്ണൂർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ എം.വി. ജയരാജനാകട്ടെ ധീരനായ ഒരു രാഷ്ട്രീയ പോരാളി. തൻ്റെ പോരാട്ട വീര്യം AKGയിൽ നിന്നുണ്ടായതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. AKGയുടെ ജന്മനാട്ടുകാരൻ കൂടിയാണ് ശ്രീ എം.വി. ജയരാജൻ. എന്താണ് ജീവിതത്തെ രൂപപ്പെടുത്തിയ ഏറ്റവും ഈ മാർക്സിസ്റ്റ് ദർശനം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃനിരയിലെത്തുമെന്നോ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുമെന്നോ ഒന്നും കരുതിയിരുന്നില്ല. പഠിപ്പിൽ കുറച്ച് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പം ആദ്യകാലത്തൊക്കെ ഈ സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കും. അത് പ്രധാനമായിട്ട് പ്രസംഗം, പ്രബന്ധം. അത് LP ക്ലാസ്സുകൾ തൊട്ട് ഉണ്ടായ ശീലമാണ്. അതെന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത LP സ്കൂൾ അധ്യാപകരുണ്ട്. അവരെയൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. എന്നെ പ്രസംഗം പഠിപ്പിക്കാൻ വേണ്ടി ഒരു കുഞ്ഞും മാഷ് എന്നാണ് നമ്മൾ പറയാറ്, ഇന്ന് ജീവിച്ചിരിക്കില്ല. അദ്ദേഹം എന്നെ സഭാകമ്പം ഇല്ലാതെ പ്രസംഗിക്കേണ്ടത് എങ്ങനെയെന്ന് പരിശീലിപ്പിക്കാൻ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തി എന്നിട്ടാണ് പ്രസംഗം പഠിപ്പിക്കുക. പെരളശ്ശേരി AKG സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായി അറിയപ്പെട്ട പെരളശ്ശേരി ഗവൺമെൻറ് സ്കൂൾ. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ബാഡ്മിൻ്റൺ കളിയിൽ ശീലം വന്നത്. അങ്ങനെ അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അത് ഇൻ്റർ യൂണിവേഴ്സിറ്റി ബാഡ്മിൻ്റൺ മത്സരത്തിലും സമ്മാനം കിട്ടി. യൂണിവേഴ്സിറ്റിയിലാകെ മികച്ച ടീമായി മാറി. കോളേജ് വിട്ടിട്ട് ജൂനിയർ ടീമിനെ ടീമിനെ മത്സരിപ്പിക്കുന്ന ഒന്നുണ്ട്. ആ ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂരിന് 1ാം സ്ഥാനം കിട്ടുകയും. അപ്പം വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വിചാരിച്ചോ ജയരാജൻ എന്ന് പറയുന്ന ആ കുട്ടിയെ നമുക്കൊന്ന് സ്പോർട്സ് രംഗത്തേക്കൊക്കെ ഉയർത്തി വന്ന് ജീവിതം കരപിടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു? അച്ഛനും അമ്മയും ആഗ്രഹിച്ചത് ജയരാജനൊരു ജോലി നേടി ആ കുടുംബത്തെ സംരക്ഷിക്കണമെന്നായിരുന്നു. അച്ഛൻ എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ അച്ഛനാണ് ഞങ്ങളെയൊക്കെ മൂത്ത മകനായതുകൊണ്ട് വളർത്തി കൊണ്ടുവന്നത്. അച്ഛൻ്റെ കാല് മുറിക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ അച്ഛൻ്റെ ഉപജീവന മാർഗം ഇല്ലാതായി. അച്ഛനൊരു കച്ചവടമായിരുന്നു, നെയ്ത്തൊഴിലാളിയാണ്, പിന്നീട് കച്ചവടമാണ്. അപ്പോൾ കാല് മുറിക്കേണ്ടി വന്നതോടുകൂടി വീട്ടിലെ വരുമാനം ഇല്ലാണ്ടായി. പരീക്ഷ എഴുതാൻ ഞാൻ തയ്യാറായാലും എനിക്ക് പരീക്ഷ എഴുതാൻ അന്നത്തെ പ്രിൻസിപ്പലും ഡയറക്ടറുമായ ഡോക്ടർ N. നാരായണൻ നായർ അനുമതി നൽകണം. കാരണം അറ്റൻഡൻസ് കുറവായിരുന്നു. അപ്പോൾ അത് അനുമതി നൽകുന്നതിൻ്റെ അപേക്ഷയുമായി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അന്ന് സതീഷ് ചന്ദ്രനുണ്ട്, ജെയിംസ് മാത്യു ഉണ്ട്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സതീഷ് ചന്ദ്രനും ഞാനുമാണ് പോകുന്നത്. അദ്ദേഹം കണ്ട ഉടനെ പറഞ്ഞു, ജയരാജൻ പരീക്ഷ എഴുതത്തില്ല, ജയരാജൻ എഴുതത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മുൻവിധി കൊടുത്തത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറ് എനിക്ക് അനുമതി നൽകിയാലും ഇല്ലെങ്കിലും എനിക്ക് പരീക്ഷ എഴുതി പാസ്സായേ പറ്റൂ. കാരണം അച്ഛൻ ഇങ്ങനെ ഒരു കാല് മുറിച്ച് ജീവിതത്തിൽ വരുമാനമില്ലാതെ കുടുംബമായിട്ട് ഞാൻ മാറുകയാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇവൻ സീരിയസ് ആയിട്ടാണ് വന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ അനുമതി കിട്ടിയതിനെ തുടർന്ന് ഒറ്റ ഇരിപ്പ് പഠനവും വേറെ എവിടെയും പോകാതെ അങ്ങനെ 3 വർഷത്തെ 24 പേപ്പറും ഒന്നിച്ചങ്ങ് എഴുതിയെടുത്തു. പാസ്സായി വീട്ടിലെത്തി. പിന്നെ സനതെടുക്കാൻ പോയി. അപ്പോൾ സനതെടുക്കാൻ പോകുമ്പോൾ കോട്ട് വേണം, വക്കീലിൻ്റെ എല്ലാ യൂണിഫോമും വേണം. അപ്രതീക്ഷിതമായിട്ട് കാണാൻ അച്ഛൻ ഇതെല്ലാം ഒരുക്കി വെച്ചു. അച്ഛൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു മകൻ ഒരു വക്കീലാണ്. അച്ഛൻ എത്ര കാലം ജീവിച്ചിരുന്നു? പിന്നീട് അച്ഛൻ കുറച്ചു കാലം കൂടി ജീവിച്ചു. ഞാൻ MLA ആയി. കാണാൻ അച്ഛനുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അച്ഛനുണ്ടായി. അത് കഴിഞ്ഞ് VS-ന്റെ ഗവൺമെന്റ് വന്നു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് മെമ്പറായിരിക്കുന്ന സമയത്താണ് അച്ഛൻ മരണപ്പെടുന്നത്. സഭാകമ്പം മാറാൻ സ്കൂളിലെ ഡെസ്കിന് മുകളിൽ കയറി നിന്ന് സംസാരിച്ച ആ ചെറിയ കുട്ടിയാണ് ഇന്ന് സമരമുഖങ്ങളിൽ അനീതിക്കെതിരെ വിരൽ ചൂണ്ടുന്ന എം.വി. ജയരാജൻ. ആശംസ. താങ്ക് യു.